നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു പുതിയ അതിഥി എത്തിയിരിക്കുകയാണ്. ഈ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നെറ്റിയിൽ വെളുത്ത ജ്യോതിയുള്ള ഒരു പശുക്കിടാവ് ഇനി പ്രധാനമന്ത്രിക്ക് കൂട്ടാകുന്നു. ദില്ലിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് പശുക്കുട്ടി ജനിച്ചത്. മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തു. പശുക്കുട്ടിയെ ഷോൾ പുതപ്പിച്ച് പീഠത്തിലിരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പുതിയ അതിഥിയുടെ വരവ് അറിയിച്ചത്. ഈ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതിയുള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപ് ജ്യോതി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഗോക്കൾ സർവ്വസുഖം പ്രദാനം ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നു എന്ന മുഖവരയോടെയാണ് മോദി വിവരം പങ്കുവച്ചത്. പശുക്കുട്ടിയുടെ നെറ്റിത്തടത്തിൽ പ്രകാശത്തിന് സമാനമായ അടയാളമുണ്ടെന്നും അതിനാൽ ദീപ് ജ്യോതി എന്ന് പേരിട്ടുവെന്നും അദ്ദേഹം കുറിപ്പിൽ അറിയിച്ചു. പശുക്കുട്ടിയുമായി പ്രധാനമന്ത്രി സമയം ചെലവഴിക്കുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ദീപ് ജ്യോതിയെ മോദി ഓമനിക്കുന്നതും മറ്റും ചിത്രങ്ങളിൽ കാണാം. വീട്ടിലെ മുറിക്കുള്ളിലും മറ്റു പശുക്കുട്ടിയെ പരിപാലിക്കുന്ന പ്രധാനമന്ത്രി പൂജാമുറിയിൽ വെച്ച് മാലയും പുടവയും അണിയിക്കുന്നതും വീഡിയോയിലുണ്ട്. പശുക്കുട്ടിക്കൊപ്പം മോദി പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായും വീഡിയോയിൽ കാണാം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നായ സനാതന ധർമ്മം പ്രകൃതിയെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും ആരാധിക്കുന്ന രീതി ഹിന്ദുമതത്തിൽ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. ആരാധനകൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം. ദൈവങ്ങളെ കൂടാതെ മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കാറുണ്ട്. അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പശുക്കൾ. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഗോക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരമേശ്വരന്റെ വാഹനമായ നന്ദി, പാലാരി മന്ദനത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു എന്നിങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാവുന്നതാണ്. വൈഷ്ണവ പുരാണത്തിൽ പശുവിനെ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ ആൾരൂപമായി പ്രതിപാദിക്കുന്നു. ഭാഗവത പുരാണത്തിൽ ഭൂമി ഒരു പശുവിന്റെ രൂപമെടുത്ത് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു. അതിനാലാണ് മഹാവിഷ്ണുവിനെ പശുവിന്റെ സംരക്ഷകനായ ഗോപാലൻ എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാമധേനുവിനെ കൈവശപ്പെടുത്തിയത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ്. വസിഷ്ഠ മഹർഷിക്കും സമാനമായ ഒരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെ കൗശികൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പശു സ്വയം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ചതായി പുരാണങ്ങളിൽ പറയുന്നു. ജമദഗ്നി മഹർഷിയും അത്തരമൊരു പശുവുണ്ടായിരുന്നു. കാർത്യവീര്യാർജുനൻ ഇതിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ മഹർഷിയുടെ മകനായ പരശുരാമൻ കാർത്യവീര്യാർജുനനെ വധിച്ചതായി പറയപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും പവിത്രമായ സൃഷ്ടിയായി പശുവിനെ ഹിന്ദുക്കൾ കണക്കാക്കുന്നു. മനുഷ്യരാശിയുടെ മാതാവ് അഥവാ ഗോമാതാവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. 30 കോടി ആരാധനാ മൂർത്തികൾ ഹിന്ദു മതത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവരുടെയൊക്കെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമായ വഴിയായി ഗോക്കളെ ആരാധിക്കുന്നതിനെ കണക്കാക്കുന്നു. പശുവിന്റെ വാലിൽ ഹനുമാൻ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് ഊർജം, ദുർമന്ത്രവാദം എന്നിവയെ അകറ്റാൻ ഗോക്കൾ സഹായിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.